പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വചനഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈ വചനഭാഗത്തിന്റെ സുവിശേഷ ഭാഗത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ക്ലേശിതർക്ക് ആശ്രയം. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശു ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഈ ഭാഗം തുടങ്ങുന്നത്. ഈ ഭാഗത്തിന് 3 പ്രധാന പ്രമേയങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ കേട്ടത് തന്നെ, ശിശുക്കൾക്ക് അങ്ങ് ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ. അപ്പോൾ നമ്മുടെ ധ്യാനത്തിന്റെ ഇടയ്ക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഏത് കാര്യങ്ങളാണ് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത്? രണ്ടാമത്തെ പ്രധാന പ്രമേയം ഇതാണ്: ഈശോ പറയുന്നു, സർവവും എൻ്റെ പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സിലാകുന്നു, അവനുമല്ലാതെ പിതാവിനെയും അറിയുന്നില്ല. അതാണ് രണ്ടാമത്തെ പ്രധാന പ്രമേയം. മൂന്നാമത്തത് ഇതാണ്: ഈശോയുടെ വലിയ ആഹ്വാനമാണ് ചുറ്റുമുള്ള ജനക്കൂട്ടത്തോട്. സാന്ത്വനം നിറഞ്ഞ, കരുണ നിറഞ്ഞ മനസ്സുമായി ഈശോ പറയുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കാരണം അവിടുന്ന് പറയുന്നു, എൻ്റെ നുകം ലഘുവും എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഇതിന്റെ സാരസംഗ്രഹം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിന്റെ പശ്ചാത്തലം നോക്കാം. എപ്പോഴാണ് ഈശോ ഇങ്ങനെ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം കൂടെ നമ്മൾ വായിക്കണം. പശ്ചാത്തലം: ഈശോ 72 ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി അയക്കുകയാണ്. അവര് പോയി ചുറ്റും സുവിശേഷം പ്രചരിപ്പിച്ചതിന് ശേഷം, പ്രസംഗിച്ചതിന് ശേഷം തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അവർ ആനന്ദത്തോടുകൂടി പറയുകയാണ്, ഈശോയോട് പറയാണ്, കർത്താവെ, പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. അപ്പോൾ അവര് സന്തോഷഭരിതരായിട്ട് ഈശോയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതേസമയം തന്നെ മനസാന്തരപ്പെടാത്ത ചില പട്ടണങ്ങളും നഗരങ്ങളും ഉണ്ടായിരുന്നു. ആ പട്ടണങ്ങളെ ഈശോ ശാസിക്കുകയും ചെയ്യുന്നു. ഖൊറാസിൻ, നിനക്ക് ദുരിതം; ബേത്സൈദ, നിനക്ക് ദുരിതം; കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടു വന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. അപ്പോൾ ഈ അനുതപിക്കാത്ത നഗരങ്ങളെ ശാസിക്കുകയും അതോടൊപ്പം ഈശോ ഈ സുവിശേഷ പ്രസംഗത്തിലൂടെ ശിഷ്യന്മാർക്ക് കൈവന്ന ഈ വലിയ സന്തോഷത്തിൽ ആനന്ദിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈശോ ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്: ആരാണ് ഇതിലെ ശിശുക്കൾ എന്ന് പറയുന്നത്? സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്, അല്ലെങ്കിൽ പ്രയോഗമാണ് ദ ലിറ്റിൽ വൺസ്, ചെറിയവർ എന്നുള്ളത്. ചെറിയവരാണ് ഈ ശിശുക്കൾ. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ, ചെറിയവരെന്ന് പറഞ്ഞ ശിഷ്യന്മാർ തന്നെയാണ്. അവിടുന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്: ബുദ്ധിമാന്മാരെന്നും വിവേകികളും മറച്ചു വെച്ചിട്ട് നീ ഈ കാര്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ. ഏത് കാര്യങ്ങളാണ്? അത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് അതാണ് സുവിശേഷത്തിന്റെ സാരസംഗ്രഹം. ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ബുദ്ധിമാന്മാരും വിവേകികളും എന്ന് പറഞ്ഞാൽ അവര് അന്നത്തെ ഉണ്ടായിരുന്ന നിയമപണ്ഡിതന്മാരും മതപണ്ഡിതന്മാരുമെല്ലാമാണ്. അവരിൽ നിന്ന് മറച്ചിട്ട് ദൈവം തമ്പുരാനെ കുറിച്ചുള്ള, ഈശോയെ കുറിച്ചുള്ള കാര്യങ്ങൾ സ്വർഗസ്വനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തത് അജ്ഞാനികളെന്ന് ലോകം വാഴ്ത്തിയ ഈ ശിഷ്യന്മാർക്കാണ്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത്. ഇതിന്റെ ഈ വാക്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാർ അതോടൊപ്പം തന്നെ യേശയ്യാ പ്രവാചകന്റെ 40-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ പ്രയോഗം, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ എന്ന് വിളിക്കുന്നത്, പ്രവാസകാലത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്ന ജനം, അവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച ദൈവം തമ്പുരാനെ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വചനങ്ങളാണ്. അപ്പോൾ അവർക്ക് രാത്രി അഗ്നിസ്തംഭമായും പകൽ മേഘത്തൂണായും വഴി നടത്തി അത്ഭുതകരമായ ആ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് അവര് നടത്തിയ സംബോധനയാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ. അപ്പോൾ ഈശോ ആനന്ദഭരിതനായിട്ട് ഈശോ ആ പ്രവാസകാലത്തെ ജനതയുടെ ആ സംബോധന പിതാവായ ദൈവത്തെ വിളിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ സമയത്തുണ്ടായിരുന്ന വിജ്ഞാനികളായ ആൾക്കാരെന്ന് പറയുന്നത്. ഇതിലെല്ലാം പാണ്ഡിത്യം നേടിയവർക്ക് മനസ്സിലായില്ല, ഈശോയെ മനസ്സിലായില്ല, സുവിശേഷം മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തല്ലോ എന്ന് ഈശോ പറയുന്നത്.
രണ്ടാമത്തെ കാര്യം ഇതാണ്, പിതാവല്ലാതെ പുത്രനെ അറിയുന്നില്ല, പുത്രനല്ലാതെ പിതാവിനെ പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അവർക്കും അല്ലാതെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, ഈശോയിലൂടെ മാത്രമേ ദൈവത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ സാധ്യമാവൂ. ഈശോയാണ് അതിലേക്കുള്ള വഴി. പുത്രനിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച്, ഈ ലോകത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ, ഒരു രാജ്യത്തിന്റെ പരമോന്നതനായ മതപ്രഭാഷകൻ, മതനേതാവ് തോക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് മതസന്ദേശം നൽകുന്നത്. നോക്കൂ, അതുകൊണ്ടാണ് ഈ കാര്യത്തിന്റെ സുവിശേഷം മൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്ത് ശാശ്വതമായ സമാധാനം ഉണ്ടാക്കുകയുള്ളൂ, യഥാർത്ഥത്തിലുള്ള അനശ്വരമായ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പുത്രനിലൂടെ മാത്രമേ, പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ മനസ്സാകുന്നുവോ അതിൽ അങ്ങനെ മാത്രമേ ആവുള്ളൂ. മൂന്നാമത്തത്, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. അത് ആ കാലത്തെ ക്ലേശഭരിതരായിട്ടുള്ള ജനങ്ങൾക്കുള്ള വലിയ സാന്ത്വനമായിരുന്നു. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും നിരാശയപ്പെടുന്നവര്, നിസ്സഹായരായവര്, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവര്, അധ്വാനിച്ച് ഭാരം വഹിച്ച് തളർന്നു പോയവര്, ആരുമാശ്രയമില്ലാത്തവര്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. അതെല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. അന്നു മുതൽ ഇന്നു വരെ, ലോകാവസാനം വരെ മിശിഹ ഏറ്റവും വലിയ സാന്ത്വനമായിട്ട് നിലനിൽക്കുകയാണ്. ഏറ്റവും വലിയ ആശ്വാസദായകനായിട്ട്, കാരുണ്യമൂർത്തിയായിട്ട് ഈശോ നിൽക്കുകയാണ്. ഈശോയിലേക്ക് തിരിയുമ്പോൾ ശാശ്വതമായ സമാധാനം ഉണ്ടാവുന്നു, സംതൃപ്തി ഉണ്ടാവുന്നു. രണ്ടാമത്, അതിന്റെ അടുത്ത കാര്യം ഇതാണ്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതാണ്. എന്താണ് ഈ നുകം എന്ന് പറയുന്നത്? ഈ നുകം യഥാർത്ഥത്തിൽ തോറായുടെ നുകമാണ്, പഞ്ചഗ്രന്ഥിയുടെ നുകമാണ്, നിയമാവർത്തന പുസ്തകങ്ങളുടെ നിയമങ്ങളുടെ നുകമാണ്. അപ്പോൾ ആ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് നിയമങ്ങൾ കൊണ്ട് ജനങ്ങളെ ക്ലേശിപ്പിച്ചിരുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ചിലർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പോലും സാധ്യമല്ലായിരുന്നു. പാപികളായവർക്ക്, ദരിദ്രരായവർക്ക് പോലും പറ്റിയല്ല എന്നാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോഴാണ് ഈശോ പറയുന്നത്, എൻ്റെ നുകം ലഘുവാണ് എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ ഭാരമില്ലാത്ത നുകമാണ് എൻ്റെത്. ഈ ഈശോയുടെ ഈ ചുമട് വഹിക്കാൻ എളുപ്പമുള്ളതാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, സത്യസന്ധമായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. അതിലൂടെ മനുഷ്യരിലേക്കുള്ള സ്നേഹത്തിലേക്ക് വരുന്ന ലളിതമായ മാർഗമാണ്. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവിൻ, എൻ്റെ നുകം ലഘുവാണെന്ന് പറയുന്നത്. പഴയ നിയമത്തിന്റെ, യഹൂദ നിയമപ്രകാരത്തിന്റെ പഴയ കാലങ്ങളിലുള്ള ആ വലിയ ചുമടുകളില്ല. ഇത് ദൈവം സുഹൃത്താണ്. ദൈവം തമ്പുരാൻ ആബാ പിതാവേ എന്ന് വിളിക്കാൻ മാത്രം ദൈവത്തോട് നമുക്ക് അടുപ്പമുണ്ടാകുന്നു. അതാണ് ഈ ലഘുവായ നുകബന്ധം. നമുക്ക് ഇതിന്റെ പ്രായോഗിക പാഠങ്ങളിലേക്ക് വന്നാൽ, പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നമുക്ക് എന്താണ് ശിശുക്കളുടെ പ്രത്യേകത എന്ന്? ശിശുക്കൾക്ക് കാപട്യമില്ലാത്തവരാണ്. ഈശോ ഏറ്റവും അധികം വെറുത്തത് കപടനാട്യമാണ്. അതായത് ഒന്ന് വിചാരിക്കുകയും മറ്റൊന്ന് പുറത്തു കാണിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, നമ്മൾ കപടത ഉള്ളിൽ പേറുന്നവരാണോ എന്നുള്ളതാണ്. കാപട്യപൂർവമാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. ഞാൻ ഓർക്കുന്നത്, കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു കോളേജ് വിദ്യാർത്ഥി എൻ്റെ മുമ്പിൽ വളരെ ഏങ്ങലടിച്ച് സങ്കടഭരിതനായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം അവന്റെ ബർത്ത്ഡേ ആണ്, അവനൊരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ളവനാണ്. ആ ബർത്ത്ഡേയുടെ സമയത്ത് ഇവന്റെ അക്കൗണ്ടിലേക്ക് ഫീസ് അടയ്ക്കാനുള്ള പണം വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഇവനറിയാം ഇവന്റെ കൂട്ടുകാര് ബർത്ത്ഡേക്ക് ചെലവ് ചെയ്യാനായിട്ട് നിർബന്ധിക്കുമെന്നറിയാം. അപ്പൊ ഇവന് ഫീസ് അടയ്ക്കാനുള്ള പണം ഇവന് കിട്ടി എന്നുള്ളതും എങ്ങനെയോ കൂട്ടുകാരറിഞ്ഞു. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക കാരണം ഇവന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്തിനോട് ഇവൻ പറഞ്ഞു, അവരെല്ലാം അവിടെ കാത്തു നിൽപ്പുണ്ടുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് വയ്യ, എൻ്റെ കയ്യില് ഈ പൈസ ഉണ്ട്, പക്ഷെ അത് എനിക്ക് ഫീസ് അടയ്ക്കാനുള്ളതാണ്, നീ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എടാ അങ്ങനെയാണല്ലോ. അവൻ വളരെ സഹാനുഭൂതിയോടുകൂടി അവനോട് പെരുമാറി. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ ബൈക്കിൽ കയറിക്കൊള്ളുക, ഞാൻ എന്നിട്ട് ഇത് പിന്നീട് ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, തിങ്കളാഴ്ച വരുമ്പോ ഇതെല്ലാം ഡേറ്റ് എല്ലാം മാറിപ്പോവല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവന് ആത്മാർത്ഥതയോടുകൂടി, സത്യസന്ധതയോടുകൂടി അവന്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്ന് കരുതി ഇവന്റെ ബൈക്കിന് പുറകിൽ കയറി. സംഭവിക്കുന്ന, പ്രിയപ്പെട്ടവരെ, വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. ഇവരെല്ലാം കാത്തു നിന്നിരുന്ന ഒരു മുന്തിയ ഹോട്ടലിന്റെ അടുത്തേക്ക് 10-14 പേരുണ്ട്. ഇവൻ ബൈക്കുമായിട്ട് അവനെ കൊണ്ടുവന്ന് ഇറക്കി. ഈ പാവം പയ്യൻ വേറെ ഒന്നും ചെയ്യാൻ 5000-ൽ പരം രൂപയായി
അവര് ഭക്ഷണം കഴിച്ചിട്ട് അവന് കൊടുക്കേണ്ടി വന്നു. അവൻ ഏറ്റവും അധികം നിർമ്മലതയോടുകൂടി, സത്യസന്ധതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞ സുഹൃത്ത് തന്നെ കാപട്യം കാണിച്ച് അവനെ ചതിച്ചു കളഞ്ഞു. അവന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്? ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചിട്ട് മറ്റൊന്ന് സംസാരിക്കുന്നവരാണോ? നേരെ വാ നേരെ പോ എന്ന രീതിയിൽ പെരുമാറുന്നവരാണോ നമ്മൾ? ഈ ലോകം മോശമാകുന്നത് കാപട്യമുള്ള മനസ്സുള്ളവർ കൂടുന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. ഇപ്പൊ കപടത നിറഞ്ഞ പെരുമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. അത് സുവിശേഷത്തിന്റെ ചൈതന്യത്തിന് ചേരുന്നതേയല്ല എന്നാണ് ഈ ഭാഗം നമ്മളോട് പറയുന്നത്. അത് ഈ ഫരിസേയരും നിയമജ്ഞരിലും വ്യാജപ്രവാചകന്മാരും എല്ലാം അതുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവരിൽ നിന്ന് മറച്ച് നീ ശിശുക്കൾക്ക്, നിർമ്മല മനസ്സർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തു. രണ്ടാമത്തത് നമ്മുടെ ഇതാണ്, ഈശോ വിളിക്കുന്നു, അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള നിസ്സഹായരായവര് അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന മനുഷ്യരെ ഇങ്ങനെ സംബോധന ചെയ്യാനാവുന്നുണ്ടോ? അവരിലേക്ക് നമ്മുടെ മനസ്സ് തുറക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തലവന്മാർക്ക്, സഭാതലങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമുക്ക് വേദനിക്കുന്ന മനുഷ്യരെ, അവരെ സാന്ത്വനിപ്പിക്കാനാവുന്നുണ്ടോ? അവരിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ പോകുന്നത് അത് കുറഞ്ഞിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് ഇതാണ്. ഒരു സ്ത്രീ, ഒരു മധ്യവയസ്കയായ സ്ത്രീ അവളുടെ കൂട്ടുകാരിയെ വിളിച്ചതിനെ കുറിച്ചുള്ള ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. കൂട്ടുകാരിയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, മധ്യവയസ്ക അല്പം പ്രായമുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം പറയുന്നു, എൻ്റെ പേരക്കുട്ടി എൻ്റെ കൂടെയാണ്, ഞാനില്ലാതെ അവൾ കിടന്നുറങ്ങിയില്ല, എൻ്റെ കിടക്കയിലാണ് അവൾ കിടക്കുന്നത്. അത് പറയുന്നു. അപ്പോൾ എന്തിയെ, അവളുടെ അപ്പനും അമ്മയും എന്തിയെ? അവര് ജോലിക്ക് പോയിട്ട് രാത്രി വരും, അവര് വേറൊരു മുറിയിലാണ്. അപ്പം ഭർത്താവ് എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ വീഡിയോ കോൾ വിളിക്കുന്നതിനിടയ്ക്ക് ഭർത്താവ് അതിലെ നടന്നു പോകുന്നത് ഈ സ്ത്രീ ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ കാലങ്ങളിലെ പോലെയല്ല, ആ ഭർത്താവ് വളരെ പരിക്ഷീണിതനായിരിക്കുന്നു, അയാൾ ഒരുപാട് ക്ഷീണിച്ച് പോയിരിക്കുന്നു. അപ്പോ അയാൾക്കുണ്ടായ മാറ്റമൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് കൂട്ടുണ്ട്, ഇയാൾ മാത്രം ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായമുള്ള കാരണവന്മാരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ജോലിക്കാരായിട്ടുള്ള മനുഷ്യരൊക്കെ, മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? അവരുടെ സങ്കടങ്ങൾക്ക് വേണ്ടി, അവരുടെ ഇഷ്ട അനിഷ്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ടോ? ഈശോയുടെ മനോഭാവത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നുണ്ടോ? അടുത്ത ഒരു വീഡിയോ ഒരിക്കൽ കണ്ടത് ഇതാണ്. ഒരു പള്ളിയില് കുർബാന കഴിഞ്ഞിട്ട് അവിടുത്തെ അച്ഛന് മുട്ടുകുത്തി നിൽക്കുകയാണ്. എത്രയോ മനോഹര, ഹൃദയം കുളിർപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അവിടുത്തെ കുഞ്ഞുങ്ങൾ ഓടി വരികയാണ്. ഓടി വന്നിട്ട് അച്ഛൻ്റെ ചങ്കിനോട് ചേർന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഒരാൾ കെട്ടിപ്പിടിച്ചു, ഇങ്ങനെ കുറെ നേരം നിന്നു. അതിനിട്ട് അയാൾ, ആ കൊച്ചു പോകുന്നു, അടുത്തയാൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു. എത്രയോ ഊഷ്മളത നിറഞ്ഞ, എത്രയോ നമ്മുടെ മനസ്സിൽ മഞ്ഞു പെയ്യ്ക്കുന്ന മനോഹരമായ സന്ദർഭം. അച്ഛനെ വന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി പിരിഞ്ഞു പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, 2, 3, 4 ഒക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങൾ. എത്രയോ ഭംഗിയായ കാഴ്ചയാണ്. അപ്പം മറ്റുള്ളവർക്ക് സാന്ത്വനവും സമാധാനവും ആയി മാറുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. അതാണ് ഈശോ പറയുക, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ആ ശബ്ദം നമ്മുടെ കർണപടങ്ങളിൽ എന്നും പ്രതിധ്വനിയായിട്ട് നിലനിൽക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.